അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ എയർ ഇന്ത്യയുടെ ബോയിംഗ് 787 ഡ്രീം ലൈനർ വിമാനങ്ങൾ സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ നിർദ്ദേശം. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനാണ് അടിയന്തര സുരക്ഷാ പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയത്. അതേസമയം വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ്, എമർജൻസി ലൊക്കേഷൻ ട്രാൻസ്മിറ്റർ, DVR എന്നിവ ലഭിച്ചത് അന്വേഷണം വേഗത്തിലാക്കാൻ സഹായിക്കുമെന്ന് DGCA ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഉദ്യോഗസ്ഥരാണ് വിമാനം ഇടിച്ചിറങ്ങിയ BJ മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയത്. ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയത് അപകടം സംബന്ധിച്ച അന്വേഷണത്തിൽ നിർണായകമാകുമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഫോറൻസിക് ലാബിൽ നടത്തുന്ന വിശദ പരിശോധനയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും. അതിനിടെ എയർ ഇന്ത്യ ഡ്രീം ലൈനർ വിമാനങ്ങൾ ഇന്ത്യയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് വിശദമായ സുരക്ഷാ പരിശോധന നടത്തണമെന്ന് DGCA നിർദ്ദേശം നൽകി. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. ഇന്ധനം നിറയ്ക്കുന്നത്, ക്യാബിൻ എയർ കംപ്രസർ, ഇലക്ട്രോണിക് എഞ്ചിൻ കൺട്രോൾ, ഹൈഡ്രോളിക് സിസ്റ്റം, ടേക്ക് ഓഫ് സംബന്ധിച്ച കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിക്കാനാണ് നിർദ്ദേശം. അപകടത്തെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണത്തിനായി NIA സംഘവും അപകട സ്ഥലത്തുണ്ട്. അമേരിക്കയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നുമുള്ള വിദഗ്ധ സംഘങ്ങളും അഹമ്മദാബാദിലെത്തി ഇന്ത്യൻ സംഘത്തിനൊപ്പം ചേർന്നു. അതേസമയം ദുരന്തത്തിൽ ജീവൻ നഷ്ടമായ മെഡിക്കൽ വിദ്യാർത്ഥികളുടെയും പരിസരവാസികളുടെയും എണ്ണം ഇനിയും തിട്ടപ്പെടുത്താനായിട്ടില്ല. വിമാനം പൊട്ടിത്തെറിച്ചപ്പോൾ ശരീരഭാഗങ്ങൾ ദൂരേക്ക് ചിതറിയിട്ടുണ്ടാകാമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കെട്ടിടത്തിലും പരിസരത്തും തീ പടർന്ന് കൂടുതൽ പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ടാകാം. തെരച്ചിൽ പൂർത്തിയാക്കാതെ മരണസംഖ്യയെപ്പറ്റിയുള്ള പ്രാഥമിക ചിത്രം വ്യക്തമാകില്ല. വിമാന ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട ഏക യാത്രക്കാരൻ വിശ്വാസ് കുമാർ രമേശിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നത് മാത്രമാണ് ഈ ദിവസത്തെയും ആശ്വാസകരമായ ഏക വാർത്ത. അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയിൽ വിമാനത്തിലുണ്ടായിരുന്നവരുടെയും മെഡിക്കൽ വിദ്യാർത്ഥികളുടെയും കാണാതായ പ്രദേശവാസികളുടെയും ബന്ധുക്കൾ DNA സാമ്പിളുകൾ നൽകി കാത്തിരിക്കുകയാണ്. അപകടത്തിൽ മരിച്ച വിദേശികളുടെ മൃതദേഹം തിരിച്ചറിയാൻ DNA സാമ്പിളുകൾ ശേഖരിക്കാൻ കൂടുതൽ സമയം വേണ്ടിവരും. DNA പരിശോധനകൾക്ക് ശേഷമേ മരിച്ചവരുടെ എണ്ണം ഔദ്യോഗികമായി സർക്കാർ സ്ഥിരീകരിക്കൂ. ഇതുവരെ പരിശോധന പൂർത്തിയാക്കിയ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ടീം ന്യൂസ് മലയാളം, അഹമ്മദാബാദ്.